ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സർപ്രൈസിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. കാരണം വണ്ടി നമ്മൾ എടുക്കുന്നു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആകാംക്ഷ നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹരിച്ചേട്ടാ ശരി, ആ ഒരു മാജിക് കാണാൻ തയ്യാറാണ്. എല്ലാ പ്രാർത്ഥനയോടാണ് വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആദ്യമായിട്ട് എൻ്റെ ആദ്യം വണ്ടി എടുക്കുമ്പോൾ പോലും ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സർപ്രൈസിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. കാരണം വണ്ടി നമ്മൾ എടുക്കുന്നു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. നമസ്കാരം, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കിടില ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അതായത് ഈ കവറിൻ്റെ താഴെ കിടക്കുന്ന നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള നമ്മുടെ ഒരു പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ഒരു ബ്രോ, ഒരു ചിൽഡ് ബ്രോ, ഒരു ജോത്സ്യൻ എന്ന് പറയാം, നമ്മുടെ ഹരിച്ചേട്ടൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരിച്ചേട്ടൻ്റെ വണ്ടിയുടെ അന്നത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ ഫുള്ള് കണ്ടയാണ്. ആ ഒരു വണ്ടിയുടെ ആ ഒരു ക്വാളിറ്റിയും അതേപോലെ തന്നെ ഹരിച്ചേട്ടൻ്റെ ഏകദേശം 1,30,000 കൂടുതൽ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആ ഒരു വണ്ടി നമ്മൾ ഫുള്ള് സെറാമിക് ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ സ്ക്രാച്ചസും ഒക്കെ തീർത്തിട്ട് നമ്മളിത് ആ വണ്ടി ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഹരിച്ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ വണ്ടി കൊണ്ടുതരാനും വന്നു അദ്ദേഹം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടി അൺവീൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ പുള്ളി ഇതാ ഇവിടെ ഉണ്ട്, ഇതാണ്ട് ഹരിച്ചേട്ടൻ ഇതാ ഇവിടെ ഇരിക്കുക. എന്നെ പോലെ തന്നെ നീല ഇട്ടുകൊണ്ട് വന്ന് ഭയങ്കര പൊരുത്തമായി പോലെ അറിയാതെ നീല ഇട്ട. ഏറ്റവും വലിയ തമാശ, ഞാൻ വണ്ടി ആദ്യം എടുക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ളൊരു ഡ്രമാറ്റിക്കലായിട്ട് ആദ്യം വന്ന് കാണാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതെ, ഹരിച്ചേട്ടൻ എടുത്തപ്പോൾ പോലും വണ്ടി അല്ല, എടുത്തപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മൾ മേടിക്കായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ കവർ ചെയ്തൊക്കെ ഇട്ടിട്ട് ഒരു ഇങ്ങനെ ഇതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു സാധനം ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു വണ്ടിയിലും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വണ്ടി കൊണ്ടുവന്ന കോലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ട കോലം കണ്ടവരൊക്കെ വിചാരിച്ചാൽ ഈ ഒരു വണ്ടി ലോകത്തുണ്ടോ എന്ന്. അപ്പോൾ അത് പുതിയതായി കാണുമോ? അതാണ് നമുക്ക് നോക്കേണ്ടുള്ളത്. എന്തെങ്കിലും നമ്മുടെ ഈ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നമ്മൾ ഒരേപോലെ തന്നെ നീല ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ നീല എടുത്തു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അരുണാണ്. നമ്മളെ ഇവിടുത്തെ ഒരു ബ്രാൻഡിങ് ഇതാ കണ്ടോ, ഞാൻ അറിയാതിട്ടതായി. എന്തായാലും ഭയങ്കര ഒരു പൊരുത്തമായി പോയി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹരിച്ചേട്ടനെ ഒരുപാട് നമുക്ക് കുറേ നേരമായിട്ട്, കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഞാൻ മഴയായിട്ട് കുറച്ച് താമസിച്ചു. ഹരിച്ചേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വണ്ടി കാണാതെ ഇത്രയും നേരമായിട്ട് ഹരിച്ചേട്ടൻ ആ ഒരു ആകാംക്ഷ നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹരിച്ചേട്ടാ ശരി, ആ ഒരു മാജിക് കാണാൻ തയ്യാറാണ്. എല്ലാ പ്രാർത്ഥനയോടാണ് വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആദ്യമായിട്ട് എൻ്റെ ആദ്യം വണ്ടി എടുക്കുമ്പോൾ പോലും ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സർപ്രൈസിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. കാരണം വണ്ടി നമ്മൾ എടുക്കുന്നു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒന്ന് കൈയടിച്ചോ, എല്ലാവരും ഒന്ന് കൈയടിച്ചോ. വണ്ടി തന്നെയാണോ നമ്മുടെ ഹരിച്ചേട്ടനാണോ ഞാൻ ചോദിച്ചാല് ആർക്കും അത്ഭുതം തോന്നില്ല. കാരണം കൊണ്ടുവന്നപ്പോഴത്തെ വീഡിയോ ഹരിച്ചേട്ടാ ഒന്ന് ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുണ്ടല്ലോ ഈ വണ്ടി കൊണ്ടുവന്നതിൻ്റെ ഫുട്ടേജ് ആ ഒരു സമയത്ത് എങ്ങനെയാണ് വണ്ടി ഇരുന്നതെന്നുള്ളത് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് ഫുള്ളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒന്ന് ഫുള്ളൊന്ന് നമ്മുടെ വണ്ടി ഒന്ന് ഫുള്ള് കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ബിഫോർ, ഇതിപ്പോൾ ആഫ്റ്ററാണ്, ബിഫോർ ഈ വണ്ടി എങ്ങനെ ഇരുന്നതെന്നുള്ള ഫുട്ടേജും കൂടെ നിങ്ങൾ കാണുന്നുണ്ട്. എനിക്കൊന്നും പറയാനില്ല, ഹരിച്ചേട്ടാ പുതിയ വണ്ടിയായി. അതെ, ഫുള്ളൊന്ന് കാണിച്ചു തരാം. എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഇൻറ്റീരിയർ ഉൾപ്പെടെ നമ്മൾ ഫുള്ള് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം പറയേണ്ടുള്ള ഈ വണ്ടി ഒന്ന് മാറി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം വളരെ മനോഹരമാക്കി ഒരു പുതിയതുപോലായി. ഭയങ്കര രസമുണ്ട്. നല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഇപ്പം എന്തോ തോന്നുന്നു, പുതിയൊരു വണ്ടി എടുത്തതിനേക്കാളും ഒരു ലുക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് എങ്ങനെ എടുക്കുന്നോ അതേപോലൊരു സംഭവം തോന്നുന്നുണ്ട്. ഇതിപ്പോൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പിള്ളേരാകെ ഇത് ചെയ്യുമല്ലോ പുതിയ വണ്ടി എടുത്താൽ. കാരണം എൻ്റെ വണ്ടി ഇത്രയും വൃത്തിയായിട്ട് ഇതേവരെ. അന്ന് ഹരിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഹരിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെലിബ്രിറ്റികളുമായിട്ടൊക്കെ, വേറെ ഒന്നുമല്ല സെലിബ്രിറ്റി മാത്രമല്ല, നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പള്ളികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാനൊക്കെ പോകും. ശരിക്കും പറഞ്ഞാൽ ഈ പൊടിയൊക്കെ പിടിച്ച് അങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ ഉള്ളൊരു സംഭവമുണ്ട്. ചില കൂട്ടുകാർ പോലും കയറിയിട്ട് പറയാടാ ഇത് വളരെ മോശമല്ലേ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു സന്തോഷം, ഭയങ്കര മനസ്സിൽ ഞാൻ ഒരു ഈശ്വരവിശ്വാസിയാണ്. എനിക്കൊരു വലിയ സന്തോഷം തോന്നി ഇത്രയും മനോഹരമാക്കി ഈ ഒരു വണ്ടി മാറ്റുക എന്നുള്ളത്. ചുമ്മാ ഈ പരസ്യം പോലെ പറയുന്ന കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു സ്വഭാവം, ഞാൻ ഉള്ള കാര്യം തുറന്ന് സംസാരിക്കും എന്നുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് പക്ഷേ വളരെ മനസ്സ് നിറഞ്ഞ് ഇതിപ്പോൾ ഇങ്ങനെ മാറ്റി കണ്ടപ്പോഴേ ഒരു വളരെ സന്തോഷം തോന്നി. നമ്മൾ അന്ന് എടുത്ത അതേപോലെ അല്ലെ അതിനേക്കാളൊരു പുതുമയോടുകൂടി ആ വണ്ടി ഇങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതൊരു ഭയങ്കര നല്ല കാര്യമാണ്. ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇൻറ്റീരിയറും കൂടെ ഒന്ന് കാണാം. ഇൻറ്റീരിയർ കണ്ടിട്ട് നമ്മുടെ അരുണിൻ്റെ ഇത് ചെയ്ത് ഇത്രയും ഈ ഒരു രീതിയിൽ ലെവലാക്കിയ നമ്മുടെ അരുണിൻ്റെ ആ ഒരു കാര്യങ്ങളും കൂടെ നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഇൻറ്റീരിയർ നമ്മളിപ്പോൾ പുറമോടിയുണ്ട്, അകമോടി ഒന്ന് കാണണോ? പിന്നെ തീർച്ചയായിട്ടും കാണണമല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട് ഹരിച്ചേട്ടാ? ഭയങ്കര സീറ്റ് കവറൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഇതൊക്കെ പുതിയ സീറ്റ് കവറായി.
മാത്രമല്ല വണ്ടി മൊത്തത്തിൽ വൃത്തിയായതാ. സ്റ്റിയറിങ്ങിൻ്റെ ഇത് ഭയങ്കര ഒരു മനോഹരമാക്കി. അത് പുതിയ വണ്ടി മാതിരി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. പുതിയ വണ്ടിയായി, എൻ്റെ വണ്ടി പുതുതായി. അതാണ് അല്ലേ. ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ഫൂട്ടേജ് കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പഴയ രീതിയിൽ ഹരിചേട്ടൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്നുള്ളതും കൂടെ ഫൂട്ടേജ് ഞാൻ കാണിക്കുന്നുണ്ട്. നാണം കെടുത്തി ആളുകളിലെ എൻ്റെ പഴയ വണ്ടിയുടെ ഇതോടെ കാണിച്ചു. അല്ല, നമ്മുടെ ആ ഒരു ഇതാണ് എൻ്റെ വണ്ടി, ഇങ്ങനെ പുതിയതാണെന്നൊന്നും അറിയട്ടെ ആളുകൾ. ചുമ്മാ കാണിച്ചു ഞാൻ പറഞ്ഞൊരു തമാശ പറഞ്ഞു. അപ്പോൾ ഹരിചേട്ടൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സീറ്റ് കവറൊക്കെ ആണെന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഒരു പ്രീമിയം ലെവലിൽ തന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ആ ഒരു ബീച്ച് കളർ ഇട്ട് തന്നെ ഹരിച്ചേട്ടൻ്റെ ആ ഒരു വണ്ടിയുടെ വൈറ്റ് കളറിൻ്റെ ആ ഒരു ഇൻറ്റീരിയറിന് ഒരു കോട്ടവും തെറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡാഷും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ എനിക്ക് കുറേ നാൾ മുമ്പ് എന്നെ ഒരു ഇങ്ങനെ സെറാമിക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പം ഞാൻ ശരിക്കും അതിന് പോയില്ല, അത് വേറെ വശം. പക്ഷേ എങ്കിൽ പോലും എന്നെ ഇവരെ മിസ്റ്റർ ഗുബോട്ടിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കരമാണ്. കാരണം ഈ ജോലി ആർക്കും ചെയ്യാം, പക്ഷേ അത് ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുക എന്ന് പറയുന്നതും അതിനകത്തൊരു ആർട്ട് കണ്ടെത്തുക എന്ന് പറയുന്നതും എല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല. പക്ഷേ ഞാൻ അരുണിനെയും ഭയങ്കരമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ആ വണ്ടി ഒരു സെറാമിക് ചെയ്തിറക്കിയതിലോ അതിന് ഇൻറ്റീരിയർ ചെയ്തു എന്നുള്ളതിലോ അല്ല, അതിനകത്ത് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥത, അതോടൊപ്പം ആ ഒരു കലാപരമായ ഒരു വിരുദ്, ഒരു വണ്ടി പുതുതാക്കി എടുക്കുന്നതിൻ്റെ ഒരു വിരുദ് എന്ന് പറയുന്നത് നമുക്ക് ഗംഭീരമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അസാധ്യമായിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ അരുണിനെ വിളിക്കാം. അരുണെ എങ്ങോട്ട് വാ, ഫ്രെയിമിലോട്ട് വാ. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു വിട്ടിട്ട് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിലൊരു കാര്യമില്ല. അപ്പം ജസ്റ്റ് അരുണിൻ്റെ ആ ഒരു വിശേഷങ്ങളും. അരുണെ, നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എന്താണ് ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹരിച്ചേട്ടന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്കുകളാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്? വന്ന കണ്ടീഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് യെല്ലോ ഷെയ്ഡും കാര്യങ്ങളും എല്ലാം, അതും 1,30,000 കിലോമീറ്റർ ഓടിയ 51,000 ഓടി. അപ്പൊ എനിക്ക് തെറ്റിപ്പോയായിരുന്നു. 1,51,000 കിലോമീറ്റർ വണ്ടി. ഇത് ഞാൻ ഈ കിലോമീറ്റർ പറയുമ്പോൾ പലരും പറയും അങ്ങനെ പറയരുത്, ഇതിൽ വിൽക്കുമ്പോൾ പ്രശ്നമാണ്. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു ക്യാരക്ടർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനിതിൽ കള്ളത്തരമായിട്ട് പറയുന്നതല്ല. എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പം ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി കേട്ടോ. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ വണ്ടി ഇങ്ങനെ മാറും എന്ന് ഞാൻ ചിന്തിച്ചതേ ഉണ്ടായിരുന്നില്ല പറഞ്ഞപ്പോഴൊക്കെ. പക്ഷേ ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം. അതിനെ അരുണ് പറയട്ടെ. അരുണ, നമുക്ക് ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇത് സാധാരണ ഇപ്പോൾ എത്ര ഓടുമ്പോൾ അറിയാമല്ലോ, എൻ്റെ പെയിൻ്റൊക്കെ ഒരുമാതിരി ഫെയ്ഡായിട്ടുണ്ട്, പെയിൻറ്റ് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിൽ മഞ്ഞച്ച് ആയി പോയിട്ടുണ്ട്. എൻജിൻ ഭയങ്കര രീതിയിൽ ഡൗൺ ആയിപ്പോയി. കാരണം നാളെ ഇത് കൊടുക്കുവാണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് വില കിട്ടത്തില്ല. ഇപ്പം ആൾക്കാരൊന്ന് കിലോമീറ്റർ ചെക്ക് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ വണ്ടി ഇത്ര ഓടിയിട്ടുള്ളൂ. അല്ല, ശരിക്കും ഇപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പം നിങ്ങൾ ഈ ഒരു ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വേറെ അല്ല, ഒരു ബ്രാൻഡ് ന്യൂ വണ്ടിക്ക് പോലും ഇത്രത്തോളം ക്വാളിറ്റി. ഇതാ നമ്മുടെ ഇപ്പോൾ ഈ ഒരു സൈഡ് വൈസും ഒരു മിറർ ആണെന്നുണ്ടെങ്കിലും, ഓട്ടോ ഫോൾഡിങ് മിറർ ആണെന്നുണ്ടെങ്കിലും, ഈ ഫെൻഡർ ഭാഗമാണെന്നുണ്ടെങ്കിലും, ബോണറ്റ് ആണെന്നുണ്ടെങ്കിലും, ഈവൻ നമ്മുടെ ഈ ഒരു സംഭവം ഭയങ്കര ഹരിച്ചേട്ടന് ഇഷ്ടമാണെന്ന്. അല്ല, എൻ്റെ അംബാസിഡറിൻ്റെ അതുണ്ട്. ഇത് ഇരിക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു അതിന്റെ ആ ഒരു കറക്റ്റ് എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്നൊക്കെ ഗംഭീരമായ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു സംഭവം കിട്ടും. അപ്പൊ എൻ്റെ വണ്ടിക്കകത്ത് ഇതുണ്ട്. അരണേ നമുക്കത് മാറ്റണ്ട. അത് തുരുമ്പടിക്കാത്, അതൊരു പ്രശ്നമാണ്. ചെറിയ വണ്ടിയെ വേദനിപ്പിക്കുന്ന കാര്യമാണ് അത്. എന്നാലും കുഴപ്പമില്ല. നമ്മളിതിപ്പം ഹരിച്ചേട്ടന് വേണ്ടിയിട്ട് എത്ര വർഷത്തെ ഈ ഒരു കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്തത്? ഹരിച്ചേട്ടൻ 5 വർഷം വരെ ഉള്ളൂ. നമുക്ക് 5 വർഷമേ ഉള്ളൂ. 5 വർഷം. ഇപ്പം ഈ 5 വർഷത്തിനകത്ത് നമുക്ക് ടോപ്പ് അപ്പും കാര്യങ്ങളും എല്ലാം ഇയർലി ടോപ്പ് അപ്പ്. ഇപ്പം ഹരിച്ചേട്ടൻ ഇപ്പം വണ്ടി എടുത്തിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ ഉണ്ടായത്. ഓടുക പാർക്ക് ചെയ്യുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ടോപ്പ് അപ്പിന് കറക്റ്റ് സമയത്ത് ഹരിച്ചേട്ടൻ അവിടെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഇനി വരും. ഇങ്ങനെ വണ്ടി കിട്ടിയിട്ട് ഇതിപ്പോൾ കാണുന്നവർക്കെല്ലാം അത്ഭുതം. എൻ്റെ വണ്ടി എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര പ്രശസ്തമാണ്. ഒട്ടും വൃത്തിയില്ലാത്തൊരു വണ്ടി. പക്ഷെ പുറകിലെല്ലാം ഇങ്ങനെ എപ്പോഴും കാക്ക കാഷ്ടിച്ചിരിക്കുകയാണ്. അതെ. ഡ്രൈവറോ കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈവും ഫുള്ള് ഹരിച്ചേട്ടൻ തന്നെയാണോ? ഡ്രൈവർ ഒന്നുമില്ല, എല്ലാം ഞാൻ വൃത്തിയാക്കണേലും ഞാൻ ഓടിക്കണേലും. ഇപ്പൊ ഒരു ഷൂട്ടിംഗ് ഉണ്ട്, തിരക്കിലാ നിൽക്കാൻ ഭയങ്കര യാത്ര. ബാംഗ്ലൂർ പോവും, ചെന്നൈക്ക് പോവും, ഉടുപ്പിക്ക് പോവും. എപ്പോഴും കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും കൊച്ചിയിലോട്ട് ഓടും. കൊച്ചിയിൽ വണ്ടി ഏതൊരു വണ്ടി ഒരാഴ്ച ഓടിക്കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ വേറെ ഒന്നായിരിക്കും.
അപ്പോൾ നമ്മൾ 5 ഇയർ കോട്ടിംഗ് ആണ് അരുണ ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ടോപ്പ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ടോപ്പ് നമുക്ക് ഈ എല്ലാ വണ്ടി ഡൗൺ ആവുന്നതനുസരിച്ച് അഴിച്ചാൽ വിളിക്കുന്ന കൊണ്ടുവന്നത് എല്ലാ വണ്ടി അങ്ങനെ തന്നെയാണ്. നമ്മൾ ക്വാളിറ്റി മോശമാകുന്നതനുസരിച്ച് കൊണ്ടുവരിക, ടൈം അനുസരിച്ച് കൊണ്ടുവരിക, നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇതിന് നമുക്ക് പെയിന്റിംഗ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു? ആ പെയിന്റിംഗ് ഉണ്ട്, 2 ഡോറും പെയിന്റ് ഉണ്ട്, ബമ്പർ പെയിന്റിംഗ് ഉണ്ട്, ഡോർ പെയിന്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാ ഈ ഒരു ഡോർ ഇത് ഫുൾ പീസ് നമ്മൾ ചെയ്തു? ആ ഫുൾ പീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. റണ്ണിംഗ് ബോർഡൊക്കെ ഡെന്റ് ഉണ്ടായിരുന്നു. അത് ആസ് യൂഷ്വൽ ഉണ്ട്. ഇത്രയും വർഷമായില്ല, ഇത്ര ഓടുമ്പോൾ എന്തായാലും ഏത് വണ്ടിക്കായാലും വരുന്ന സംഭവമാണ്. എന്തായാലും ഒരു ബ്രാൻഡ് ന്യൂ ലെവലിൽ നമ്മളെ ഹരിച്ചേട്ടൻ്റെ വണ്ടി കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ എപ്പോഴും വരുമ്പോഴത്തേക്ക് ഇവിടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാനും സർപ്രൈസ്ഡ് അവിടെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അരുണിൻ്റെ തന്നെ മിസ്റ്റർ ഗുബോട്ട് ടീം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ഞാൻ കുറച്ച് ചുരുക്കം ചില വീഡിയോസേ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും നോക്കും ഇവനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മുടെ അരുണിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് നല്ല കസ്റ്റമേഴ്സ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സെറാമിക് ചെയ്ത് അബദ്ധം പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെന്താണ് ചെയ്തതെന്ന് അവർക്ക് അറിയത്തില്ല. വീട്ടിൽ ചെന്ന് ഒരു ആഴ്ച ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് അങ്ങ് വിട്ട് അങ്ങനെ ചെയ്ത് ഫ്ലോപ്പായ ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഡയറക്റ്റ് ഒഴിച്ച് കാണിക്കാറുണ്ട്, വെള്ളം ഒഴിച്ച് ഇതിൻ്റെ എത്ര നാൾ ക്വാളിറ്റി നിൽക്കുന്നുണ്ടോ അത് നോക്ക്, എന്നിട്ട് നമുക്ക് ടോപ്പ് അപ്പ് ഒക്കെ കറക്റ്റ് ടോപ്പ്. നമുക്കിപ്പം നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലേ, നമുക്ക് ഏകദേശം എത്ര മുതൽ സ്റ്റാർട്ടിങ് കോസ്റ്റ് വരുന്നുണ്ട്? ഇപ്പോൾ അടിച്ചെണ്ണ ചെയ്തിരിക്കുന്നത് നമുക്കൊരു ബേസ് കോട്ടിലൊന്നും അല്ല, കാരണം അത്രയും വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 28,000 രൂപയാണ് സെറാമിക്കിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ആ ഒരു വർക്കിൽ. പിന്നെ അതിൻ്റെ അകത്ത് പെയിൻറ്റിങ്ങിൻ്റെ എക്സ്ട്രാ വരുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ എടുത്താലും മുതലാകത്തുള്ളൂ. വർക്ക് അത്രയും ഉണ്ട്, 4 ദിവസം 5 ദിവസമുള്ള വർക്ക്. നിങ്ങൾ ഒരിക്കലും ഈ കാണുന്ന പോലെ ഹരിച്ചേട്ടന് ചിലപ്പം കണ്ടു കാണത്തില്ല, കുറച്ച് കാണുന്ന ഞാൻ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി നമുക്ക് ഈ ഒരു ലെവലിലാക്കി എടുക്കാനുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തെ കഠിന പ്രയത്നം തന്നെ വേണം. അല്ലാതെ ഒരിക്കലും ഈ ഒരു ലെവലിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ജസ്റ്റ് സെറാമിക് എന്ന് പറഞ്ഞാൽ ഒരു കോട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതാണ്. പക്ഷേ അതല്ല, അതിനകത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ വരുന്നു. ഒരുപാട്. ഇതിപ്പോൾ ഈ വണ്ടി തന്നെ അതിൻ്റെ ഇന്ത്യയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒടിഞ്ഞും പടിഞ്ഞൊക്കെ പോകും. പിന്നെ അത് അവർക്ക് കസ്റ്റമേഴ്സ് നെഗറ്റീവ് ആവും. നമ്മളത് ക്ഷമയോടെ ചെയ്യണം. എത്ര ഇത് ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യാറില്ല നമ്മുടെ സ്റ്റാഫിനെ ആണെങ്കിലും. എനിക്കറിയാം, ഞാൻ ആ വഴി വന്നതാണ്. ഒരിക്കലും ഞാൻ വഴക്ക് പറയാറുണ്ട്, എന്നാൽ ഞാൻ ഫോഴ്സ് ചെയ്ത് ഞാൻ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കത്തില്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളാണെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നത് പതിയെ തുടച്ച് വൃത്തിയാക്കേണ്ട പാർട്സുകളൊക്കെ അതൊക്കെ അപ്പോൾ നമ്മൾ ടൈം എടുത്ത് തന്നെ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഈ ഇപ്പോൾ നൈറ്റ് കൂടെ ചേർത്തിട്ടാണ് ഈ വണ്ടി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാലും വളരെ സന്തോഷമുണ്ട്. ഇത്രയും നല്ല ഒരു ക്വാളിറ്റി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രെയിമിൽ തന്നെ ഇന്ന് ഹരിച്ചേട്ടാ നമുക്ക് ആ ഒരു വീഡിയോ വൈൻഡപ്പും കാര്യങ്ങളും ചെയ്യാം. അതേപോലെ തന്നെ അരുണെ നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സെറാമിക് ചെയ്യുന്നവർക്ക്. അതെ, അത് തികച്ചും. കാരണം ഈ വണ്ടി അറിയാമല്ലോ, ഹരിച്ചേട്ടൻ അറിയാമല്ലോ, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഫെയ്ഡ് ആയിരുന്നു. ഇപ്പം ഇനി ഇത് ഫെയ്ഡ് ആകത്തില്ല, കാരണം ഇതിൻ്റെ അകത്ത് PPF ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മുടെ ആ ഒരു PPF ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ സാധാരണ എല്ലാ വണ്ടികൾക്കും വരുന്ന ഒരു പ്രശ്നമാണ്, കുറേ കിലോമീറ്ററുകൾ അല്ലെന്നുണ്ടെങ്കിൽ കുറേ സമയത്തിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മുടെ വെള്ളം കയറി നല്ല രീതിയിൽ പാച്ചായിട്ട് ആ ഒരു വിസിബിലിറ്റി നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ സ്ക്രാച്ചസോ കാര്യങ്ങളോ എല്ലാം നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റിലുണ്ടാവും. ഇത് നമ്മുടെ ഒരു ഓഫറാണ്. ഇത് എല്ലാ വണ്ടിക്കും സെറാമിക് ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും ചെയ്ത് കൊടുക്കും. സെറാമിക് ഇപ്പോൾ 5 ഇയേഴ്സ് ചെയ്യുന്ന വണ്ടികൾക്ക് നമ്മൾ ചെയ്യുന്നത്, കാരണം ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ടൈലൈറ്റും നമ്മുടെ ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് ചില ഷേപ്പിന് ഇത് ഒട്ടത്തില്ല. ഒട്ടുന്നതിനാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെ ഫുഡ് സ്റ്റെപ്പ് ഒട്ടിക്കും. ഫുഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാല് തട്ടി എപ്പോഴും സ്ക്രാച്ചാന്ന് ഏരിയ പരിചേണ്ട തന്നെ അവിടെ സീറ്റ് ബെൽറ്റൊക്കെ അടിച്ചിട്ട് സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ധൃതിക്ക് ഇറങ്ങുമ്പോഴൊക്കെ സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു പ്ലഗും കൂടെ വെച്ചപ്പോഴാണ് എപ്പോഴും അത് പടപടാന്ന് അടിക്കുന്നതായിരുന്നു. ഇപ്പം നമുക്ക് ബൂട്ടിൻ്റെ തൊട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചോട് നമുക്കൊരു മിനിമം ഏരിയ ഉണ്ട്. ഒരു 5,000 രൂപയാണ് നമ്മൾ ₹30 അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. സെറാമിക് അത്യാവശ്യം അല്ല, നമ്മുടെ PPF അത്യാവശ്യം കോസ്റ്റ്ലി ആണല്ലോ. അതും 10 ഇയർ വാറണ്ടി ഉള്ള സംഭവം ആയിരിക്കുന്ന സെയിം ഗവൺമെൻറ് തന്നെയാണ് ആ പ്രോഡക്റ്റ്. അതിന് ഏകദേശം 1,10,000 രൂപയാണ് എനിക്ക് വരുന്ന റേറ്റ് ഒരു റോളിന്. ഇതാണ് നമ്മുടെ ആ ഒരു PPFൻ്റെ റോള്. ഹരിച്ചേട്ടൻ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആ ഒരു വണ്ടിയുടെ ഈ ടൈൽ ലെൻഡിലും എല്ലാം ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ഫിലിമാണ്. ഓക്കെ, ഇതൊന്ന് അളക്കാൻ പറ്റുമോ? ഒന്ന് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം. അത് വേറൊന്നും വേണ്ട. താണ്ടെ നമ്മുടെ സെയിൻ കോബേൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 5,000 ഒരു അതാണ്ട് ഹരിച്ചേട്ടാ കണ്ടോ, എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ ഒരു ഗ്ലാസ് ടഫ് ആൻഡ് ഗ്ലാസ്ഡ്, അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളെങ്കിലും നമ്മുടെ ഒരു പിന്നെ ഹോംലി പർപ്പസിനായിട്ടുള്ള എല്ലാ ഗ്ലാസ്സുകൾക്കും നമുക്ക് ഈ അരുൺ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ അങ്ങ് ആങ്കർ ആവാം. അതെ, തീർച്ചയായും. അതായത് അരുൺ പറഞ്ഞു ഹരിയേട്ടൻ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ എപ്പിസോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു. കാര്യം ഹരിയേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ അരുൺ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അരുൺ ആ ഫ്ലോയിൽ പറഞ്ഞു വന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ജോലിക്കാർക്ക് ഇതിന് സമയം കൊടുക്കും, പണിയുന്നവർക്ക്. കാരണം ഞാൻ ഇതിലൂടെ വളർന്നു വന്ന ഒരാളാണെന്ന്.
അപ്പോൾ ഒരു മുതലാളി എന്നുള്ളതിനപ്പുറം ഈ ജോലി അറിയാം, ഇതെങ്ങനെ ചെയ്യണം എന്നറിയാം, ഇപ്പോഴും അത് നിന്നുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ആളുടെ ഒരു ഡെഡിക്കേഷനാണ്. അതുകൊണ്ട് ആ ജോലി പെർഫെക്റ്റായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ. എന്തായാലും വളരെ സന്തോഷമായി. ഹരിയേട്ടന് ഒരുപാട് തിരക്കുണ്ട്. ഇന്ന് 9 മണിക്ക് എവിടെ പോകണം ഹരിയേട്ടൻ? അല്ല, 9 മണിക്ക് എന്റെ പ്രോഗ്രാം ഇന്ന് ടെലികാസ്റ്റ് ഉണ്ട്. ഞാനും എന്റെ ആളും നേരിട്ട് കാണണം അല്ലേ? അതെ, നേരിട്ട് കണ്ട ഒരു സുഖം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോ. അല്ല, ഞാനും എൻ്റെ ആളും എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഇന്ന് ടെലികാസ്റ്റ് ആയി. ഇന്നിപ്പം ഞങ്ങൾ ശനിയാഴ്ച ചെയ്ത് എടുക്കുന്നത് 9 മണിക്കാണ്. അപ്പം അതിനു മുമ്പ് വീട്ടിൽ ചെല്ലണം എന്നുള്ളത് കൊണ്ട് ഇപ്പൊ സൈനിങ് ഓഫ്. അല്ല, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാലിറ്റി ഷോ പോയില്ല, ബിഗ് ബോസിൽ പോകും. ബിഗ് ബോസിൽ പോകുന്നില്ല എൻ്റെ ഞാൻ പറഞ്ഞു. അപ്പം എന്തൊക്കെയാലും അരുണേ വാ. എന്തൊക്കെയാലും ഹരിച്ചേട്ടൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷമായി. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഹരിച്ചേട്ടൻ നേരത്തെ വിടണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെലികാസ്റ്റ് ഫസ്റ്റ് റിയാലിറ്റി ഷോ അല്ല, ഫസ്റ്റ് റിയാലിറ്റി ഷോ പക്ഷേ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹരിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. ഹരിച്ചേട്ടൻ്റെ ചാനലുണ്ട്, ഹരി പത്തനാപുരം. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കിട്ടണമെന്നുള്ള ഇദ്ദേഹത്തെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഹരിച്ചേട്ടനെ കൂടുതൽ കാണാൻ തുടങ്ങിയത്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഹരിച്ചേട്ടൻ ഐശ്വര്യമായിട്ട് ഈ ഒരു വണ്ടി ഇനി ഒരുപാട് പിന്നെ ഹരിച്ചേട്ടൻ്റെ പിന്നെ ഈ ഒരു വാക്കുകളിലൂടെ തന്നെ ഒരുപാട് പേരുമായിട്ട് ബന്ധമുള്ള, വേറെ ഒന്നുമില്ല, ഹരിച്ചേട്ടൻ സെലിബ്രിറ്റികളാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഹരിച്ചേട്ടൻ്റെ ആ ഒരു ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു കൺസൾട്ടേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മളെ വണ്ടി ചോദിക്കും എവിടെയാണ് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് ബൈ.